പലതരത്തിലുള്ള അലർജി നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുഞ്ഞു കുട്ടികൾ തൊട്ടിട്ട് ചെറുപ്രായത്തിലുള്ള, അതായത് മുതിർന്ന ആളുകൾ വരെ ഇന്നത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അലർജി എന്ന് കേൾക്കുമ്പം എല്ലാവരും ചിന്തിക്കുന്നത് ജസ്റ്റ് ഒരു സ്കിന്നിൽ മാത്രം ഉണ്ടാവുന്നതാണ്. പക്ഷേ ഓരോ ഓർഗൻസിനെയും അലർജി ബാധിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അലർജി എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് സിംറ്റംസ് കാണിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. സൂര്യന് താഴെയുള്ള എന്തിനോടും നമ്മളെ ശരീരം അലർജിക്കാവാം. ചെറിയൊരു പൂമ്പൊടിയിനോടും, ചെറിയൊരു പൊടി അല്ലെങ്കിൽ വസ്ത്രത്തിനോടും, എന്തെങ്കിലും ഒരു കെമിക്കൽസിനോടും, അങ്ങനെ ഓരോ വസ്തുക്കളോടും നമ്മുടെ ശരീരം അലർജിക്കാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഓരോ രീതിയിലുള്ള സിംറ്റംസ് കാണിക്കും. ഈ അലർജി എന്ന് പറയുമ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് IgE, അതായത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന ആ ഒരു എലമെൻ്റാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്. IgE എന്ന് പറയുമ്പോൾ എന്താ, ശരീരത്തിൽ എന്തെങ്കിലും ഒരു അലർജൻസ് കയറുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി, എന്തെങ്കിലും ഒരു കെമിക്കൽസോ ടോക്സിൻസോ നമ്മളെ ബോഡി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബോഡി അതിനോട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരം തന്നെ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഒത്തിരി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. IgE, IgG, IgA, അങ്ങനെ പല ടൈപ്സ് ആയിട്ട് നമ്മുടെ ശരീരത്തിലെ ഒരു ഡിഫൻസ് മെക്കാനിസമായിട്ട് ഓരോ ഇമ്മ്യൂണോഗ്ലോബുലിൻസും വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. അപ്പോൾ ആ ഒരു ഫോറിൻ ബോഡിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇത് അധികമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതായത് അതിനെ ഡിഫെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇത് കൂടുതലായിട്ടും വിഭജിച്ച് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് കോശങ്ങളിലൊക്കെ പോയിട്ട് ഇത് ബൈൻഡ് ചെയ്യുന്നു. അതായത് മാസ്റ്റ് സെൽസ്, ബേസോഫിൽസ്, ഇത്തരം കോശങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരം കോശങ്ങളായിട്ട് ഈ ഒരു IgE എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് കൂടിച്ചേരുന്നു. ഇത് കൂടിച്ചേർന്ന് ഇങ്ങനെ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആവുന്നു. ഒരു പൂട്ടും താക്കോലും പോലത്തെ രീതിയിലുള്ള ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആവുന്നു. അങ്ങനെ അതിൽ നിന്നും ഓരോ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹിസ്റ്റമിൻ, സൈറ്റോകൈനിൻ പോലത്തെ ഇത്തരം കെമിക്കൽസ് അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത്. അതായത് എസ്പെഷ്യലി റെസ്പിറേറ്ററി സിംറ്റംസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ, ജലദോഷം, കഫക്കെട്ട്, പനി, തൊണ്ടവേദന, തലവേദന, ശ്വാസം തിങ്ങുക, അങ്ങനെ റെസ്പിറേറ്ററി കേസ് നോക്കുകയാണെങ്കിൽ അത്തരം സിംറ്റംസ് കാണിക്കുന്നു. ഇനിയിപ്പോൾ സ്കിന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചു പൊന്തുന്ന ഒരവസ്ഥ, ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഒരു റെഡ് കളറായിട്ടിരിക്കുക, അതേപോലെ ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ രക്തം വരിക. ഇനിയിപ്പം നമ്മളെ ദഹനം നോക്കുകയാണെങ്കിൽ ചില ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാവില്ലേ. അതായത് എന്തെങ്കിലും പുറത്ത് നമ്മൾ പെട്ടെന്ന് ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ഇന്ന് കഴിച്ച് നാളെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അലർജി കാണിക്കും. അതായത് ബോഡി അതിന് പറ്റാത്തതാണെങ്കിൽ ബോഡി ഓട്ടോമാറ്റിക്കലി അതിന് റിയാക്ട് ചെയ്യുന്നു. അതായത് എന്തെങ്കിലും ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നു, വയറ് വീർക്കുക, ഗ്യാസ് കയറുക, പെട്ടെന്ന് ഏമ്പക്കം, കീഴ്വായുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഓക്കാനം, അതേപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന പ്രശ്നങ്ങൾ, വയറിളകി പോകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ സിസ്റ്റത്തിനെ നോക്കുകയാണെങ്കിലും ഈ ഒരു അലർജിക്കാണ്, അതായത് ഈ ഒരു IgEൻ്റെ ആക്ഷൻ കാരണം ഓരോ സിസ്റ്റത്തിലും സിംറ്റംസ് കാണിക്കുന്നു. ഈ ഒരു IgE നോർമലി നമ്മുടെ ശരീരത്തിൽ വേണ്ടതെന്ന് പറയുമ്പം ഒരു 100 മുതൽ 150 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ളത്. അത് നമ്മളെ ബോഡിക്ക് വേണ്ടതാണ്. അപ്പോൾ അത് അധികമാകുമ്പോൾ നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്, എന്തെങ്കിലും ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുമ്പോഴാണ് ഡോക്ടറെ പോയിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു IgE ടെസ്റ്റ് നടത്തണം. ആ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് സിംറ്റംസ് എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് അതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ ഒരു 2000, 3000 അല്ലെങ്കിൽ ഒരു 1000 ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ബോഡിയിൽ ആ ഒരു അലർജിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് ആ ഒരു ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു IgE കൂടുന്ന കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഈ ഒരു എൻവയോൺമെന്റൽ അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ആ ഒരു സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു പൂമ്പൊടിയിനോടോ
അല്ലെങ്കിൽ ചില പൂക്കളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെടികളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് തുമ്മല്, അതേപോലെ ചൊറിഞ്ഞു പൊന്തുക, ചുമയുടെ പ്രശ്നങ്ങൾ കാണിക്കുക, അതായത് സ്കിന്നും റെസ്പിറേറ്ററിയും ഒരേപോലെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുക. അതേപോലെ എന്തെങ്കിലും പെറ്റ്സ്, ഇന്ന് ഒത്തിരി ആളുകൾ വീട്ടിൽ പെറ്റ്സിനെ വളർത്തുന്നുണ്ട്, നായ, അതേപോലെ തന്നെ ചെറിയ പൂച്ചകളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു പാഷൻ അല്ലെങ്കിൽ അതിനോട് കൂടുതലായിട്ടും സ്നേഹം കാണിക്കുന്നത് കൊണ്ട് അതിങ്ങനെ ബെഡിലും അതേപോലെ പില്ലോസിലും സോഫയിലൊക്കെ കയറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ് നമ്മളെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇത്തരം സിംറ്റംസ് ഒക്കെ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ചാൻസസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, അതായത് IgE കൂടാനുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ഫാമിലി ഹിസ്റ്ററി തന്നെയാണ്. നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനോ അച്ഛനോ അമ്മയ്ക്കോ ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചാനലായിട്ടും നമുക്കും വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ചില ആളുകൾ പറയും എനിക്ക് വിട്ടുമാറാത്ത ജലദോഷം, തുമ്മലും കഫക്കെട്ടും അലർജി പ്രശ്നങ്ങളാണ്. എൻ്റെ ഹിസ്റ്ററി, അതായത് അവരെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുന്നത് അവരച്ഛനും അമ്മയ്ക്കും ആ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മെഡിസിൻസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയും ഇതിൻ്റെ ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ നമ്മുടെ ശരീരം എന്തെങ്കിലും കെമിക്കൽസിന് എക്സ്പോഷർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് കുറേ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടാവുന്നു. അപ്പോൾ അവരെന്തെങ്കിലും ലെഡ് അല്ലെങ്കിൽ പ്ലംബം, സിങ്ക് ഇത്തരം കെമിക്കൽസിനോടൊക്കെ ശരീരം എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിലും സിംറ്റംസ് ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ചാൻസസ് ഉണ്ട്. ഇനി ഈ ഒരു IgE കൂടി വരാനുള്ള കുറച്ച് ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് സിസേറിയൻ സെക്ഷൻ, അതായത് നമ്മളെ മോഡ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നു. 2 രീതിയിൽ ഡെലിവറീസ് ഉണ്ട്, സിസേറിയൻ സെക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ ഡെലിവറീസും ഉണ്ട്. ഈ നോർമൽ ഡെലിവറീസിൻ്റെ ടൈമിലൊക്കെ നമ്മുടെ ശരീരത്തിൽ, അതായത് കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് നല്ല രീതിയിലുള്ള ഗുഡ് ബാക്ടീരിയാസ് ആണ് പോകുന്നത്. പക്ഷേ ഒരു സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ്റെ സമയത്താണെങ്കിൽ ഇത്തരം ബാഡ് ബാക്ടീരിയാസ് ആണ് നമ്മുടെ ശരീരത്തിൽ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ കുഞ്ഞിലും അത്തരം അലർജിക് ടെൻഡൻസി വരാനുള്ളൊരു ചാൻസസും വളരെ കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഫീഡിങ് തന്നെയാണ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് എന്ന് പറയുമ്പം ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതായത് കുഞ്ഞിൻ്റെ ആരോഗ്യവും അതിൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയും എല്ലാത്തിനെയും സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അതായത് ഫസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ അതിൽ തന്നെ ഒത്തിരി അധികം ഇമ്മ്യൂണോഗ്ലോബുലിൻസും നല്ല രീതിയിലുള്ള ബാക്ടീരിയാസും അതേപോലെ തന്നെ ന്യൂട്രിയൻസും വിറ്റമിൻസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിന് അതിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ കുഞ്ഞിന് ജസ്റ്റ് ഒരു ബോട്ടിൽ ഫീഡിങ് മാത്രമാണെങ്കിലും കുട്ടികൾക്ക് ഇത്തരം അലർജിക് ടെൻഡൻസി വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ കില്ലേഴ്സോ ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ്സ് ഒക്കെ എന്തെങ്കിലും ഇത്തരം ടാബ്ലറ്റ്സ് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട് ലൈഫ് ലോങ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ആയിട്ടും ഇത്തരം അലർജിക് ടെൻഡൻസി ഉണ്ട്. ചില ആളുകൾ പറയും പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഇത്തരം ഗുളികകൾ കഴിച്ചു, പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊന്തുന്നു, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഒരു റീസൺ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഓവർ ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ടാബ്ലറ്റ്സിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിട്ടും നമുക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ആണ്. അതായത് നമ്മളെ ശരീരം എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസത്തിന് എക്സ്പോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് വിരശല്യയുടെ പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഇത്തരം അലർജി പ്രശ്നങ്ങൾ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട്. ഓൾറെഡി നമ്മളെ ബോഡി അലർജിക് ആണ് അല്ലെങ്കിൽ IgE റേസ്ഡ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരുന്നു, പനി, ജലദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഓൾറെഡി IgE റേസ്ഡ് ആയിട്ടുള്ള ശരീരത്തിൽ ഈ ഒരു അസുഖം മാറുകയില്ല, IgE എപ്പോഴും ഹൈ ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലൈഫ് ലോങ് അവർ മെഡിസിൻസ് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ തന്നെ കുറേ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഒത്തിരി അധികം മാറ്റങ്ങൾ നമുക്ക് വരുത്താവുന്നതാണ്. അതായത് ഭക്ഷണം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, ഇത്തരം പൊല്യൂട്ടഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അൺഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക, അത് കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കാൽഷ്യം, വിറ്റാമിൻ D, വിറ്റാമിൻ B12
അയൺ, ഇത്തരം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ നല്ല രീതിയിൽ ഒരു ഉറക്കം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു 7 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. എക്സസൈസ് അതിനോടൊപ്പം തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 30 മിനിറ്റോ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം റെഡ് മീറ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. പോർക്ക്, ബീഫ്, മട്ടൻ, ഇത്തരം റെഡ് മീറ്റ്സ് ഡെയിലി കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതൊരു മന്ത്ലി ട്വൈസ് എന്ന രീതിയിലേക്ക് ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ ഫെർമെൻറ്റഡ് ഫുഡ് ഐറ്റംസ് കഴിവതും അലർജിക് ഉള്ള ആളുകൾ അല്ലെങ്കിൽ IgE റേസ്ഡ് ആയിട്ടുള്ള ആളുകൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഫെർമെൻറ്റഡ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്താ, അതിൽ ഓൾറെഡി ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു ഫംഗസ് ഗ്രോത്ത് നടന്നിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അതിനൊരു ഡഫി അപ്പിയറൻസും ഒരു സാൾട്ടി അല്ലെങ്കിൽ ഒരു സോർ ടേസ്റ്റ് വരുന്നത്. അതായത് ഇഡ്ഡലി, ദോശ, ഇത്തരം ഫെർമെൻറ്റഡ് ഐറ്റംസിനൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഫംഗസ് ഐറ്റംസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയാസും ഫംഗസും നമ്മളെ ഗട്ടിലെത്തുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നു. സോ ഫെർമെൻറ്റഡ് ഫുഡ് ഐറ്റംസ് കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസ് കഴിവതും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. പകരം നിങ്ങൾക്ക് വിറ്റമിൻ സി ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു സപ്ലിമെന്റ്സ് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരം അലർജിക് ടെൻഡൻസീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരം എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം പെറ്റ്സിനെ വളർത്തുന്ന ആളുകളാണെങ്കിൽ അതിനായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റ് കഴിവതും കുറയ്ക്കുക. അല്ലെങ്കിൽ പൊടി പ്രശ്നങ്ങളുള്ള ആളുകളാണെങ്കിൽ കഴിവതും എന്തെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആ ഒരു എക്സ്പോസ് ചെയ്യുന്ന ടെൻഡൻസീസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. പ്ലസ് നിങ്ങൾ ഈ ഒരു ഡയറ്റും അതേപോലെ തന്നെ ഈ ഒരു എക്സസൈസും സ്ലീപ്പും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അലർജി പ്രശ്നങ്ങൾ നമുക്ക് കുഞ്ഞു തൊട്ടേ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഹോമിയോപ്പതി നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട്സ് ഇത്തരം അലർജി കേസസിന് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്